നമസ്കാരം പ്രിയമുള്ളവരെ. ഉനീസ ഉനീസ ഉദയനിധി സ്റ്റാലിൻ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ശക്തമായിട്ടുണ്ടായിട്ട് പോലും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു പാഠം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. വിജയ് ശക്തമായ മുന്നേറ്റം നടത്തി, ഇലക്ഷൻ പ്രചരണം ശക്തമായിട്ട് നടത്തി. തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം തികച്ചില്ലെങ്കിലും മറ്റ് ഘടകകക്ഷികളുടെ സഹായത്തോടുകൂടി അധികാരത്തിൽ വന്നു. സത്യപ്രതിജ്ഞ കഴിഞ്ഞു. ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിൽ ഇവരുടെ MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ ഒരു കാര്യം, നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, തൊഴിലില്ലായ്മ രൂക്ഷം, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കണമെന്ന് പറയാൻ ഉദയനിധി സ്റ്റാലിൻ്റെ ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിൽ തോന്നിയില്ല. 40 പേർ സൂപ്പർ സ്റ്റാർ വിജയ് ഇലക്ഷൻ പ്രചരണത്തിന് മുമ്പ് നടത്തിയ നാട് പ്രചരണത്തിൽ ജനങ്ങളെ കൂടിക്കാഴ്ച നടത്തുന്നതിന് വേണ്ടി നടത്തിയ സമ്മേളനങ്ങളിൽ കൊട്ടിഘോഷിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള വാഹന പ്രചരണ ജാഥയിൽ 40 പേർ തിരക്കിൽപ്പെട്ട് മരിച്ചുപോയി. 40 പേർ. അവർക്ക് വിജയം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള തേരോട്ടത്തിൽ 40 പേർ മരിച്ചു പോയതിന് ശേഷമാണ് ഈ വിജയ് അധികാരത്തിൽ വരുന്നത്. ഈ സത്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അപ്പോൾ വിജയിന് കിട്ടിയ അധികാരം 40 പേരുടെ മരണം, 40 പേരെ ബലി കൊടുത്തുകൊണ്ട് നേടിയതാണ്. അങ്ങനെയുള്ള ആ 40 പേരുടെ സ്ഥിതി എന്തായി, അവർക്ക് വല്ലതും കൊടുത്തോ എന്ന് ചോദിക്കാൻ ഉദയനിധി സ്റ്റാലിൻ്റെ വായിൽ വന്നില്ല, തോന്നിയില്ല. കഷ്ടമെന്നല്ലാതെ വേറെന്താ പറയാൻ. തമിഴ്നാട്ടിൽ ഇപ്പോഴും ഉണ്ണാനും ഉടുക്കാനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും പാർപ്പിടവുമില്ലാതെ നരയിക്കുന്നവർ ഇപ്പോഴും തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിലുള്ളവരാണ് നമ്മുടെ കേരളത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ, റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലും ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഭിക്ഷയെടുത്തുകൊണ്ട് നടക്കുന്ന നാടോടി നാടോടിയിൽപ്പെട്ടവർ. അവർക്ക് രക്ഷയില്ല. ഇങ്ങനെയുള്ള പാവങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് പറയാൻ ഉദയനിധി സ്റ്റാലിൻ്റെ വായിൽ വന്നില്ല. മറിച്ച് നാടിൻ്റെ സമാധാനം കെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വാക്കാണ് അദ്ദേഹം എടുത്ത് പറഞ്ഞത്. സനാതനം ഒഴിപ്പിക്കണം. നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള സനാതന പാരമ്പര്യത്തെ, സനാതനത്തെ ഇല്ലാതാക്കണമത്രേ ആദ്യമായിട്ട് പറയുകയാണ് ഉദയനിധി സ്റ്റാലിൻ. ഇതിനു മുമ്പുള്ള മന്ത്രിസഭയിലും ഇങ്ങനെ അങ്ങേര് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിൻ്റെ അനന്തരഫലമാണ് അച്ഛനെ തൂക്കി എറിഞ്ഞിരിക്കുന്നത്. നിയമസഭയുടെ ഉള്ളിൽ പോലും പ്രവേശിക്കാൻ അനുവദിക്കാതെ ജനങ്ങൾ അദ്ദേഹത്തെ തൂക്കിയെറിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ഉദയനിധി സ്റ്റാലിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, അദ്ദേഹത്തിന് അത് പറയാം. പക്ഷെ ഒന്നാലോചിക്കണം, നാട്ടിൻ്റെ സമാധാനം കെടുത്തുന്ന കാര്യങ്ങളാണത്. ഒരുപാട് പ്രശ്നങ്ങൾ നീറുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് എന്നിരിക്കെ അതിന് പരിഹാരം കാണാതെ, അതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി വിജയനോട് പറയാതെ ഈ സനാതനത്തെ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിൽ ഉദയനിധി സ്റ്റാലിൻ വരികയാണെങ്കിൽ അത് രാജ്യത്തിൽ കലാപമുണ്ടാക്കുന്നതിന് മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷമല്ലേ അത്? ഇതാണോ ജനപ്രതിനിധി? ഇങ്ങനെയാണോ ജനപ്രതിനിധി ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്? നാടിൻ്റെ സമാധാനത്തെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക്, വീടില്ലാത്തവർക്ക്, അതുപോലെ തന്നെ കിടപ്പാടമില്ലാത്തവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടതായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ആവശ്യമായിട്ട് ഒരു അഭിപ്രായം പറയുകയല്ലേ ചെയ്യേണ്ടത്? ലജ്ജാവഹമല്ലാതെ എന്താ പറയാൻ? ഇങ്ങനെയുള്ളവർ അധികാരത്തിൽ വരുമ്പോഴാണ് നാടിൻ്റെ ശാപമായി മാറുന്നത്, നാട് നശിക്കുന്നത്. ഉനീസ കഷ്ടമാണ്. ഉനീസ ഉദയനിധി സ്റ്റാലിൻ പഠിക്കൂ, ഇല്ലെങ്കിൽ ഇനിയും കുളം തോണ്ടും. DMK-ക്ക് അധികാരം കിട്ടുന്ന ഒരു കാലമേ ഉണ്ടായില്ല എന്ന് വരും. കാരണം ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി.
മനസ്സിലാക്കൂ ഉന്നീസ.